ഹലോ ഗൈസ്, നമ്മൾ ഇന്ന് റെയിൻബോ സ്റ്റാൻഡ് ഹോൾഡറാണ് ആക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ, അതായത് ഈ കാർഡ്ബോർഡ്സ് യൂസ് ചെയ്തിട്ടാണ് ആക്കുന്നത്. അതുപോലെ വേസ്റ്റ് ബോട്ടിലും അത് ഹോൾഡർ, പിന്നെ ഹോൾഡർ വെക്കുന്ന രീതിയിൽ. അപ്പം ആദ്യം കാർഡ്ബോർഡ് എന്ത് ചെയ്യുക, കോമ്പസ് യൂസ് ചെയ്തിട്ട് റെയിൻബോ ഷേപ്പിൽ വരക്കാം. എന്നിട്ട് നമുക്കത് കട്ടാക്കാം. പിന്നെ 3 ക്ലൗഡ് വരച്ച് എന്നിട്ട് പിന്നെ അതും അമ്മ കട്ടാക്കിയെടുത്ത് അതിന് ശേഷം ടെക്സ്ചർ പേസ്റ്റ് എടുത്തിട്ട് എന്താക്കി സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് അതിനെ ആ ക്ലൗഡ് കാർഡ്ബോർഡിലേക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ആ ഒരു ടെക്സ്ചർ കിട്ടാൻ ഏകദേശം. അത് അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വൈറ്റ് പേപ്പറും യൂസാക്കാം, അല്ലെങ്കിൽ ഫോം ബോർഡ്. ആക്ച്വലി ഇപ്പം എൻ്റെ കയ്യിൽ ഫോം ബോർഡ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ഡയറക്റ്റ് കാർഡ്ബോർഡിൽ തന്നെ ചെയ്തിട്ട് ടെക്സ്റ്റ് ആക്കി കൊടുത്തു. അതിനുശേഷം നെക്സ്റ്റ് നമ്മൾ ഇതെല്ലാം സ്റ്റാൻഡിങ് നിൽക്കാനുള്ളൊരു ഫ്ലോർ പോലെ ആയിട്ട് തെർമോക്കോൾ എടുത്തിട്ട് അതിന് ആക്ച്വലി ഇതൊരു പിങ്ക് ചാർട്ടാണ്. അപ്പം എൻ്റെ കയ്യിൽ ബാക്കി ഉണ്ടായതാണ്. അതെന്ത് ചെയ്ത് ഫെവിക്കോളാക്കി കൊടുത്ത് എന്നിട്ട് വൈറ്റ് പിങ്ക് ചാർട്ട് അതിൻ്റെ മേലേക്ക് ഒട്ടിച്ചു. പിന്നെ അതിൻ്റെ ബോർഡറിലായിട്ട് ബ്ലാക്ക് ഗ്ലിറ്റർ പേപ്പർ, അതിൻ്റെ അടിയിൽ ഓൾറെഡി സ്റ്റിക്കാണ്. അപ്പോൾ നമ്മൾ ആ സ്റ്റിക്കർ പോലെ അതിങ്ങനെ പറിച്ചു കൊടുത്തിട്ട് ഒട്ടിക്കുന്ന ഒരു ഗ്ലിറ്റർ പേപ്പർ, അതങ്ങനെ ബോർഡർ ഫുൾ ബ്ലാക്ക് ആയിട്ട് കൊടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ സ്റ്റാൻഡായി. പിന്നെ ആക്കാൻ പോകുന്നത് കളർ പേപ്പേഴ്സ്. അതെടുത്തിട്ട് ഈ റെയിൻബോ ഉള്ളതിന് ഏകദേശം ഒരു 2-3-4 കളേഴ്സ് കിട്ടാൻ വേണ്ടി അത് ആ ഷേപ്പിലേക്ക് മുറിക്കാൻ ശരിക്കും നല്ല പാടുപെടുന്ന ഒരു കാര്യമാണ്. ഈ രണ്ടാമത് ചെയ്യുമ്പോൾ കൊളാവുന്നു, ശരിയാവുന്നു. ആ ഒരു ഇതിൽ ചെയ്യുമ്പോൾ നമുക്ക് മൊത്തത്തിൽ ഒരു കളർ കൊടുക്കുക, അങ്ങനെ ചെയ്യാം. 3-4 ആർക്കിൽ മുറിച്ച് കൊടുത്ത് എന്നിട്ട് അവിടെ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്ത്. ഫെവിക്കോൾ ഒരുപാടാക്കാൻ പാടില്ല, കുറച്ചാക്കിയിട്ട് നമ്മൾ കൈ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്റ്റിക്ക് യൂസ് ചെയ്ത് ഇപ്പോൾ സ്പ്രെഡാക്കാം. അടുത്തത് പെൻസിൽ ഹോൾഡർ. അത് 2 വെക്കുന്നുണ്ട്. അപ്പോൾ അത് 2 കളർ, ഞാൻ ബ്ലൂവും പിന്നെ ഒരു സ്കൈ ബ്ലൂ പോലത്തെ ഒരു ബ്ലൂ, അത് 2 യൂസ് ആക്കിയിട്ട് 2 ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുത്ത്. അങ്ങനെ പെൻസിൽ ഹോൾഡറുമായി. ആക്ച്വലി ഇത് പിള്ളേർക്ക് വെക്കാനേ ഉള്ളൂ. ആ രീതിയിൽ ഏതായാലും ക്ലാസ്സൊക്കെ തുടങ്ങാനായില്ലേ, അപ്പോൾ അവർക്കൊന്ന് വേണ്ടി ആക്കി കൊടുത്ത് അങ്ങനെ ആ ക്ലൗഡിനെ കണ്ണും മൂക്കും വരച്ച് കൊടുത്തിട്ട് ഇത് വെക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം പെൻസിൽ ഹോൾഡർ ബാക്കിലേക്ക് വെച്ചിട്ട് ആ റെയിൻബോ ഇല്ലത് അവിടെ ഒട്ടിച്ചു കൊടുക്കും. ഞാൻ ഫെവിക്കോൾ യൂസ് ചെയ്തിട്ടാണ് അവിടെ ഒട്ടിച്ചു കൊടുത്തത്. പിന്നെ ക്ലൗഡ് എന്ത് ചെയ്ത് ആർക്കിൻ്റെ ഭാഗത്ത് 2 ക്ലൗഡും പിന്നെ ഒന്ന് മുന്നോട്ടാക്കിയിട്ട് ആ ഇമോജി വരച്ചു കുറച്ച് മുന്നോട്ടാക്കിയിട്ട് വെച്ച് കൊടുത്തു. I hope you guys like our video. Do subscribe and support.